ആദ്യം പഠിക്കുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻ ആണ്. ഈ വർഷം തുടങ്ങുന്നതാണ് ടൈപ്സ് ഓഫ് റിലേഷൻ. അപ്പോൾ ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ടൈപ്സ് ഉള്ള റിലേഷൻ, വിവിധ റിലേഷൻസ് ഉണ്ട്. ആദ്യം നമ്മൾ പഠിക്കുന്ന ആദ്യം സിമ്പിളായിട്ടുള്ള രണ്ട് തരം റിലേഷനെ പഠിക്കും. രണ്ട് തരം റിലേഷൻ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ എംപ്റ്റി റിലേഷനും ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻ. എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത്, യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത്. But let R is a relation in the set A. R ആണ് റിലേഷന്റെ പേര്. is a relation in the set A. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ in the set A എന്ന് പറഞ്ഞാൽ അർത്ഥം എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ആണ്. റിലേഷൻ അല്ല ഇപ്പോഴും ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കായിരിക്കും. എയിൽ നിന്ന് ബിയിലേക്കാവാം, ബിയിൽ നിന്ന് സിയിലേക്കാവാം. പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ ഇൻ ദ സെറ്റ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് എയിൽ നിന്ന് സെറ്റ് എയിലേക്ക് തന്നെ ഉള്ള റിലേഷനാണ്. അപ്പോൾ ലെറ്റ് ആർ ഈസ് എ റിലേഷൻ ഇൻ ദ സെറ്റ് എ. ഇനി അധികം കാണാം ഇൻ ദ സെറ്റ് എ. ചിലപ്പോൾ ഇതിന് തന്നെ ഓൺ ദ സെറ്റ് എ എന്ന് പറയും. ഓൺ ദ സെറ്റ് എ എന്ന് പറഞ്ഞാൽ അർത്ഥം അതേ സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്ക് തന്നെയാണ്. ചിലപ്പോൾ ഓൺ ദ സെറ്റ് എ എന്ന് പറയും. ഇവിടെ ഇൻ ദ സെറ്റ് എ. അപ്പോൾ റിലേഷൻ is R is a relation in the set A implies എന്താ കൊണ്ട് അർത്ഥമാക്കുന്നത്, R belongs to A cross A. ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു സെറ്റ് എന്ന് പറയുന്നത്, എയിൽ നിന്ന് ബിയിലേക്കുള്ള സെറ്റ് എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ ഇതായിരിക്കുമല്ലോ ഈ റിലേഷൻ എന്ന് പറഞ്ഞത്. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത്, ഈ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആവുന്നത്. അപ്പൊ എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷനോ ആർ ഈക്വൽ ടു അല്ല ആർ ഈസ് എ റിലേഷൻ ഫ്രം എ ടു എ എന്തായിരിക്കും, ആ റിലേഷനും എ ക്രോസ് എയുടെ സബ്സെറ്റ് ആവും. മനസ്സിലായോ? എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത്, ആ റിലേഷൻ ആർ എന്നുള്ള റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്കുള്ള എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആവുന്നത് പോലെ തന്നെ എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് എ ക്രോസ് എയുടെ, ബിയുടെ സ്ഥാനത്ത് ചെയ്യണം ഇവിടെ. അപ്പൊ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആവണമല്ലോ, അതവിടെ പറഞ്ഞത്. അതായത് R is a relation in set A ആണെങ്കിൽ R is a subset of A cross A. അപ്പൊ A cross A പലതരം വരാം. A cross A മാറുന്നതിന് അതിലെ എലമെന്റ്സ് വ്യത്യാസം വരാം. പലതരം സെറ്റ് വരാം. എടുക്കുന്നത് ഏത് സെറ്റാണെന്ന് വെച്ചാൽ എത്ര എലമെന്റ് ഉള്ള സെറ്റ് എടുക്കുന്നതനുസരിച്ച്. അപ്പൊ അതിനനുസരിച്ച് A cross A എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാം, എലമെന്റ്സ് എത്ര ഉണ്ടെന്ന്. പക്ഷെ ഒന്ന് ഉറപ്പാണ്, A cross B യിലെ രണ്ട് സെറ്റിൽ ശരിക്കും എ ക്രോസ് എയുടെ എലമെന്റ് എങ്ങനെ കാണാം, എ ക്രോസ് എയുടെ എലമെന്റ് കാണാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് 2 raised to n of A cross A ആയിരിക്കും. n of A cross A എന്ന് പറഞ്ഞ സെറ്റിന്റെ എലമെന്റ്സിന്റെ എണ്ണമാണ് n of A cross A എന്ന് പറഞ്ഞത്. ആ എണ്ണത്തെ പവർ ആക്കി വെച്ചും രണ്ടിന്റെ പവർ ആക്കി വെച്ചു. അപ്പൊ 5 എണ്ണുണ്ട് എ ക്രോസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 raised to 5 ആയിരിക്കും. 2 raised to 5 ആയിരിക്കും. മനസ്സിലായി? അപ്പോ എന്ത് തന്നെയായാലും ഇത് വരും. എത്ര എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല. എ ക്രോസ് ഏരിയ എത്ര എലമെന്റ് ഉള്ളതിനനുസരിച്ചായിരിക്കും എ ക്രോസ് ഏരിയ എലമെന്റ്. പക്ഷെ അതിൽ രണ്ട് എലമെന്റിനെ കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ട്. എന്തൊക്കെയായിരിക്കും രണ്ട് എലമെന്റിന്റെ വ്യക്തത? നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. നൾ സെറ്റ് എന്ന് പറഞ്ഞ ഈ സാധനം എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. അതുകൊണ്ട് എത്ര എണ്ണം ഉണ്ടെങ്കിലും അതിൽ ഒരെണ്ണം എന്തായിരിക്കും നൾ സെറ്റ് ആയിരിക്കും. മറ്റൊരെണ്ണം എ എന്നുള്ള സെറ്റിന്റെ സബ്സെറ്റ് ആണ് എ തന്നെ. ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. ഇപ്പൊ രണ്ട് സെറ്റുകൾ ഉറപ്പുണ്ട്. എ ക്രോസ് എയുടെ എണ്ണം എത്ര ആയിക്കോട്ടെ, പക്ഷെ രണ്ട് സെറ്റുകൾ ഉറപ്പാണ്. ഒന്ന് നൾ സെറ്റ് ആയിരിക്കും, മറ്റത് എ ക്രോസ് എ ആയിരിക്കും. അപ്പോ നൾ സെറ്റ് ആവുമ്പോഴാണ് എംപ്റ്റി സെറ്റ്, എംപ്റ്റി റിലേഷൻ എന്ന് പറയും. അതായത്
റിലേഷൻ ആർ ഈക്വൽ ടു നൾ സെറ്റ് ആണെങ്കിൽ അത് എംപ്റ്റി റിലേഷനാണ്. കാരണം എന്താ? ഇറ്റ്സ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ സബ്സെറ്റ് ആണല്ലോ നൾ സെറ്റ്. അപ്പോൾ നൾ സെറ്റ് ആയിട്ട് വരികയാണെന്ന് വെച്ചാൽ അത്തരം റിലേഷനെ പറയാം എംപ്റ്റി റിലേഷൻ എന്ന് പറയാം. നമുക്ക് ഉദാഹരണങ്ങൾ പരിശോധിക്കാം. അതേപോലെ തന്നെ എ ക്രോസ് എ തന്നെ ഒരു ഇതിന്റെ സബ്സെറ്റ് ആയി വരികയാണെന്ന് വെച്ചാൽ ആർ എന്ന് പറയുന്നത് എ ക്രോസ് എ തന്നെ ആവും. ആർ എ ക്രോസ് എ തന്നെ ആകുക. കാരണം എ ക്രോസ് എ സബ്സെറ്റ് ആണ്. അപ്പൊ അത് യൂണിവേഴ്സൽ റിലേഷൻ ആയി. ഇത് മനസ്സിലാക്കാൻ പറഞ്ഞു. ഇനി ഇതിന്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞാൽ, അത് ഡെഫിനിഷൻ അങ്ങനെ കാണാപ്പടം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, കാര്യം മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഡെഫിനിഷൻ ഇതാണ്. എംപ്റ്റി റിലേഷന്റെ ഡെഫിനിഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എംപ്റ്റി റിലേഷൻ എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കാൾഡ് ആൻ എംപ്റ്റി റിലേഷൻ. ആർ എന്ന റിലേഷൻ സെറ്റ് എയിൽ, അതായത് എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു സെറ്റിൽ ആർ എന്നുള്ള റിലേഷനെ എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നു എപ്പോൾ? ഇഫ് നോ എലമെന്റ് ഓഫ് എയിലെ ഒരു എലമെന്റും തന്നെ ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് എ. അതായത് ആദ്യം പറഞ്ഞത് ഈസ് എ ക്രോസ് എ കണക്കാക്കുക വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ എ ഇവിടെയാണ്. ഇഫ് നോ എലമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞത് ഈ എ, ഇതിൽ നിന്നാണ് അങ്ങോട്ട് റിലേഷൻ ഉള്ളത്. എയിലെ എലമെന്റിൽ നിന്ന് എയിലെ എലമെന്റിലേക്കാണ് റിലേഷൻ പോകുന്നത്. അപ്പോൾ നോ എലമെന്റ് ഓഫ് എ റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് എ. ഇതിൽ നിന്ന് ഇതിലേക്ക് ഒരു എലമെന്റുമായിട്ടും ബന്ധപ്പെടുന്നില്ലെങ്കിൽ, റിലേഷൻ കാണിക്കുന്നില്ലെങ്കിൽ അത്തരം സെറ്റിനെയാണ് എംപ്റ്റി റിലേഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് ഐ ദാറ്റ് ഈസ് എന്നാണ് വായിക്കാത്തത്. ദാറ്റ് ഈസ് നമ്മൾ ചുരുക്കിയതാണ് ഐ. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു നൾ സെറ്റ്. ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, നൾ സെറ്റ് ആണ്. കാരണം നൾ സെറ്റ് സബ്സെറ്റ് ഓഫ് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ക്രോസ് എ സബ്സെറ്റ് ആണല്ലോ നൾ സെറ്റ്. അപ്പോൾ നൾ സെറ്റും റിലേഷൻ ആണ്. അപ്പോൾ ആ റിലേഷൻ നൾ സെറ്റിന് എന്ത് പറയും? അങ്ങനെയാണ് നൾ സെറ്റ് ആയിട്ട് വരുന്ന റിലേഷൻസ് എംപ്റ്റി റിലേഷൻ എന്ന് പറയും. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റിലേഷൻ ഇൻ എ സെറ്റ് എ ഈസ് കാൾഡ് universal relation if each element of A is related to every element of A. Each element of A, ഈ എയിലുള്ള ഓരോ എലമെന്റും ഇവിടുത്തെ എയിലുള്ള ഓരോ എലമെന്റിനോ ബന്ധപ്പെടുന്നുണ്ട്. അതായത് എ ക്രോസ് ആണ് ഫുള്ളായിട്ട് അത് മുഴുവൻ വരും. If each element of A is related to every element of A, അതായത് എ ക്രോസ് എ തന്നെ, that is R equal to A cross A. അതാവുമ്പോൾ R A cross A ഫുൾ ആവുമ്പോൾ, കാരണം എന്താ? ഈ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ് എ ക്രോസ് എന്ന് പറഞ്ഞാൽ തന്നെ. മനസ്സിലായോ? അതാണ് എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാലും യൂണിവേഴ്സൽ എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞാലും യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാലും അർത്ഥം. ഇനി ചില പ്രോബ്ലങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുണ്ട്. അതായത് ട്രിവിയൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കല്പമുണ്ട്. ട്രിവിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഈ എംപ്റ്റി റിലേഷൻ നമ്മൾ പറഞ്ഞല്ലോ, എംപ്റ്റി റിലേഷനും യൂണിവേഴ്സൽ റിലേഷനും ഉണ്ടല്ലോ, അതിന് രണ്ടിനും കൂടെ പറയുന്ന പേരാണ് ട്രിവിയൽ റിലേഷൻ. അതൊന്ന് സൂചിപ്പിക്കാന്ന് മാത്രം. അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കണം. ട്രിവിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? both the empty relation and universal relation are called trivial relation. ട്രിവിയൽ എന്നുള്ള വാക്കിന് അർത്ഥം നിസ്സാരം എന്നൊക്കെ പറയും. നിസ്സാരത്തിന് അർത്ഥം നല്ല ഇവിടെ കേട്ടോ. പക്ഷെ അതാണ് ട്രിവിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ. അതാണ് അങ്ങനൊരു ടേം ഉണ്ട്, ചില എവിടെയെങ്കിലും ഉപയോഗിക്കേണ്ടി വന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം, അതാണ് ഉദ്ദേശിക്കാൻ കാരണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കണം. ഇതിലെ ഒരു പ്രോബ്ലം ഒരു എക്സാമ്പിൾ ചെയ്യാം. ഇത് പ്രോബ്ലം ആയിട്ടല്ല ചെയ്യുന്ന, ഈ ആശയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രോബ്ലത്തിന്റെ രൂപത്തിലാണ്. അപ്പോൾ എന്താണ് പ്രോബ്ലം? ലെറ്റ് R1 and R2 ആർ റിലേഷൻസ്. രണ്ട് റിലേഷൻസ് ഉണ്ട്, ഒന്ന് R1 മറ്റേത് R2. ലെറ്റ് R1 and R2 ആർ റിലേഷൻസ് ഇൻ ദ സെറ്റ് A. സെറ്റ് എയിലാണ് റിലേഷൻ. A ഈക്വൽ ടു 1 ഓഫ് 3. അതിൻ്റെ A ഈക്വൽ ടു 1 2 3 ആണ്. ഈ സെറ്റാണ് A ഈക്വൽ ടു സെറ്റ് 1 2 3. അപ്പൊ എ എന്നുള്ള സെറ്റ് 1 2 3. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എയിലേക്കെന്നാണ് അർത്ഥം. അപ്പോൾ ആണെങ്കിൽ
ഗിവൺ ബൈ ഇതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് താഴെ പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ മറ്റേ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തതിനൊക്കെ റോസ്റ്റർ മെത്തേഡിലാണ് ഈ എലമെന്റ്സ്. ഈ മെത്തേഡിലാണ് നമ്മൾ ഓരോ എലമെന്റിനും മാർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇത് ഇവിടെ തുടങ്ങിക്കുന്നു. ഒന്നാമത്തെ കണക്ക് വരുന്നത് R1 ഈക്വൽ ടു, ഇത് സെറ്റ് ബിൽഡർ മെത്തേഡിലാണ് ഈ റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ റിലേഷൻ സെറ്റ് ബിൽഡർ മെത്തേഡിലാണ് പറഞ്ഞിരിക്കുന്നത്. R1 ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ ordered pair AB such that A minus B equal to 10 എന്നാണ് ആദ്യത്തെ റിലേഷൻ പറഞ്ഞത്. ആൻഡ് രണ്ടാമത്തത് R2 equal to set of all AB such that modulus of A minus B greater than or equal to 0. ഈ രണ്ട് രീതിയിൽ റിലേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഈ സെന്റൻസ് ഇവിടെ അവസാനിക്കുകയാണ്, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. നിങ്ങൾ അടുത്ത് തുടങ്ങണം. ഷോ ദാറ്റ് R1 is an empty relation. ഇത് R2 is a universal relation. ഇതാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഓരോന്നോരോന്ന് രണ്ട് ചോദ്യമുണ്ട്. R1 ഉണ്ട്, R2 ഉണ്ട്. രണ്ടിനും പൊതുവായിട്ട് രണ്ടും സെറ്റ് എയിൽ നിന്ന് എയിലേക്കാണ്. അതായത് ഇൻ ദ സെറ്റ് എ ആണ്. എ എന്ന് പറഞ്ഞാൽ 1 2 3 ആണ്. അപ്പൊ ആദ്യത്തെ റിലേഷൻ നമുക്ക് പരിഗണിക്കാം. സൊല്യൂഷൻ ഫസ്റ്റ് റിലേഷൻ. ആ റിലേഷൻ ഇതുപോലെ എടുത്തെഴുതി. R1 ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ ordered pair AB such that A minus B equal to 10. അപ്പൊ എന്താണ് ഈ റിലേഷന്റെ പ്രത്യേകത? നമുക്കറിയാം A എന്ന് പറഞ്ഞാൽ എന്താണ്. We know that A equal to 1 2 3. A equal to 1 2 3 ആണ്. എപ്പോഴും ഏത് പ്രോബ്ലം ഇതുമായി ബന്ധപ്പെട്ട ഈ റിലേഷൻ ആയി ബന്ധപ്പെട്ട ഏത് പ്രോബ്ലം വരുമ്പോഴും ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്ക് ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ റിലേഷൻ R1 R2 റിലേഷൻ ആണ്. ഏത് സെറ്റിൽ ഏത് സെറ്റിലേക്ക് എന്ന് പറയാതെ റിലേഷൻ പറയാൻ പറ്റില്ല. അപ്പോൾ എയിൽ നിന്ന് എയിലേക്കാണ്. മനസ്സിലായി? അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ. അപ്പോൾ എന്താണ്? We know that A equal to 1 2 3. A 1 2 3 നമുക്കറിയാം. അപ്പൊ A ക്രോസ് A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സെറ്റിൽ നിന്ന് ക്രോസ് ഈ സെറ്റ് ആയിരിക്കും. 1 2 3 ക്രോസ് 1 2 3 ആയിരിക്കും A ക്രോസ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 1 2 3 ക്രോസ് 1 2 3 എങ്ങനെ കാണാം? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ അംഗത്തിനും ഓരോ അംഗവും വരണം. അപ്പൊ അങ്ങനെ എത്ര വരും? നോക്കിക്കോളൂ. A ക്രോസ് A എന്ന് പറഞ്ഞാൽ എത്ര എലമെന്റ്സ് വരും? സെറ്റ് ഓഫ് എത്ര എലമെന്റ് വരും? 1 1 ആദ്യത്തെ എലമെന്റ്, 1 2 1 3 3 എലമെന്റ് വന്നു. അപ്പൊ അങ്ങനെ രണ്ടിനും വേണം 3 എലമെന്റ്. 2 1 2 2 3 2 3 വരും. 3 1 3 2 3 3 വരും. അപ്പൊ എത്ര എലമെന്റ് വരും? 3 × 3 എലമെന്റ്. എത്ര എലമെന്റ്സ് വരും ഇതില്? 3 × 3 എലമെന്റ്സ് വരും. ഈ എലമെന്റ്സ് ഒക്കെ ഓർഡേർഡ് പെയർസ് ആയിരിക്കും. അപ്പോൾ 9 3 × 3 9 എലമെന്റ്സ് വരും. അപ്പോൾ A ക്രോസ് A 9 എലമെന്റ്സ് ഉണ്ടാവും. 1 2 3 4 5 6 7 8 9. ഈ കണക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോലെ ഞാൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കും. ഇതൊന്നും എഴുതുന്നില്ല, മനസ്സിൽ സങ്കല്പിക്കും. എന്നിട്ട് ഇത് അപ്പൊ ഈ റിലേഷനായ R1 എന്ന് പറഞ്ഞ റിലേഷൻ നമുക്കറിയാം A ക്രോസ് Aയുടെ സബ്സെറ്റ് ആണ്. അത് എവിടെ നമ്മൾ അറിയാം? റിലേഷൻ എന്ന് പറഞ്ഞ ടേമിന്റെ ഡെഫിനിഷൻ തന്നെ മാത്സിൽ എന്താണ്? A relation from A to B is a subset of A cross B എന്നാണ്. അപ്പൊ R1 എന്ന് പറഞ്ഞത് A ക്രോസ് Aയുടെ സബ്സെറ്റ് തന്നെയായിരിക്കും ഡെഫിനിഷൻ. അതിന് പുറമെ R1 വേറൊരു കണ്ടീഷൻ ഉണ്ട്. R1 A minus B equal to 10. ഇതാണ് കണ്ടീഷൻ. A minus B equal to 10. അതായത് ആദ്യത്തെ അംഗത്തിൽ നിന്ന് രണ്ടാമത്തെ അംഗം കുറച്ചാൽ 10 കിട്ടണം. A minus B equal to 10. ഈ കണ്ടീഷൻ പാലിക്കുന്നുണ്ടോ നോക്കുക. ഇതിൽ ഏതെങ്കിലും എലമെന്റിൽ ഇത് പാലിക്കുന്നുണ്ടോ നോക്കൂ. 1 മൈനസ് 1 ആദ്യത്തെ എലമെന്റ് 1, രണ്ടാമത്തെ എലമെന്റ് 1. 1ൽ നിന്ന് 1 കുറച്ചാൽ 0 കിട്ടുന്നത്. 1 2 1ൽ നിന്ന് 2 കുറച്ചാൽ 1ൽ നിന്ന് 2 കുറച്ചാൽ എന്ത് കിട്ടും? -1 കിട്ടും. 1ൽ നിന്ന് 3 കുറച്ചാൽ എന്ത് കിട്ടും? -2 കിട്ടും. 2 1 ഇതിലൊന്നും തന്നെ എന്ത് വരുന്നില്ല? A minus B 10 equal to 10 എന്ന് പറഞ്ഞ കണ്ടീഷൻ പാലിക്കുന്നില്ല. അതിനാൽ ഇത് എഴുതാം. As no pair satisfy the condition A minus B equal to 10. എന്നോട് പറയാം,
അതായത് a മൈനസ് ബി ഈക്വൽ ടു 10 എന്നുള്ള കണ്ടീഷൻ ഇതിൽ പറഞ്ഞ ഒരു ഓർഡേർഡ് പെയറും സാറ്റിസ്ഫൈ ചെയ്യാത്തതിനാൽ as no pair satisfy the condition a minus b equal to 10, അതിനാൽ r1 ഈക്വൽ ടു നൾ സെറ്റ് ആയിരിക്കും. ഒരു എലമെന്റും ഉണ്ടാവില്ല r1ല്. അപ്പോൾ r1 നൾ സെറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള നൾ സെറ്റ് ആയിട്ട് വരുന്ന r1നെ ആ റിലേഷൻ ആണ് പറയുന്നത് എന്ത്? r1 is an empty relation. ഇതാണ് കാര്യം. ഇനി അടുത്തത് ഈ കണ്ടീഷൻ, അതായത് r2 ഈക്വൽ ടു അടുത്ത ഈ പ്രോബ്ലത്തിന്റെ അടുത്ത സെക്ഷൻ നോക്കാം. രണ്ടാമത് r2 ഈക്വൽ ടു set of all cross ordered pair AB, set of all ordered pair AB such that modulus of A minus B greater than or equal to 0. അപ്പോൾ അത് എടുത്ത് എഴുതി അത് പരിശോധിക്കും. നമുക്കറിയാം എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും ഏത് റിലേഷനും. അപ്പൊ എ ക്രോസ് ബിയുടെ നമുക്ക് തെളിയിക്കേണ്ടത് യൂണിവേഴ്സൽ റിലേഷൻ ആണ്. ഈ റിലേഷൻ യൂണിവേഴ്സൽ റിലേഷൻ ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്, അത് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം എ ക്രോസ് ബി ആയാൽ എ ക്രോസ് ബി, അതായത് ഈ റിലേഷൻ r2 ഈക്വൽ ടു എ ക്രോസ് ബി ആയാൽ ഇത് യൂണിവേഴ്സൽ റിലേഷൻ ആവുന്നു. അപ്പൊ എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 2 3 ഇതായിരിക്കും നമ്മുടെ സെറ്റ് ഇതാണല്ലോ. 1 2 സെറ്റ് 1 2 3 ക്രോസ് സെറ്റ് 1 2 3 ആയിരിക്കും. അപ്പൊ എത്ര എലിമെന്റ്സ് ഉണ്ടായിരിക്കും നോക്കൂ? 1 1 ഉണ്ടാവും, 1 2 ഉണ്ടാവും, 1 3 ഉണ്ടാവും, 1 1. അപ്പൊ അത് തമ്മിലുള്ള ബന്ധം എന്താ പറഞ്ഞിരിക്കുന്നത്? എയും ബിയും തമ്മിലുള്ള ബന്ധം വന്നിട്ടുണ്ട്. അപ്പൊ എയും ബിയും തമ്മിൽ ബന്ധം എന്താ പറഞ്ഞത്? ബന്ധം പറഞ്ഞത് എ മൈനസ് ബി, മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അതായത് എയിൽ നിന്ന് ബിയിൽ കുറച്ച് കിട്ടുന്ന ആ സംഖ്യ അത് നമ്മൾ എങ്ങനെ പറയണം? പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടായിരിക്കും. സംഖ്യ ചിലപ്പോൾ പോസിറ്റീവ് ആവും, ചിലപ്പോൾ നെഗറ്റീവ് ആവും. ഇതിൽ പോസിറ്റീവ് വാല്യൂ മാത്രമേ പറയാൻ പറ്റൂ. അതാണ് മോഡുലസ് എന്ന അർത്ഥം. നെഗറ്റീവ് വാല്യൂസ് പരിഗണിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ഈ ഓരോ എലമെന്റിന്റെ ബാധകമാണ്. അതായത് എയും ബിയും തമ്മിലുള്ള ബന്ധം, അവയുടെ എയിൽ നിന്ന് മൈനസ് കുറച്ചാൽ കിട്ടുന്ന സംഖ്യയുടെ മോഡുലസ് എന്ന് പറയുന്നത്, അതായത് അതിന് നെഗറ്റീവ് വാല്യൂസ് കുറഞ്ഞ് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് പോസിറ്റീവ് സംഖ്യകളായിരിക്കും. അപ്പൊ ഇതായിരിക്കും വരിക. അപ്പൊ നോക്കൂ, 1 1 ആദ്യത്തെ ഓർഡർ പെയർ എടുത്തു 1 1. അത് കഴിഞ്ഞ കണക്കിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ 1 1 1 മൈനസ് 1 കണ്ടു. 1 മൈനസ് 1 0 പൂജ്യത്തിന്റെ മോഡുലസ് എന്താ വരിക? 0 തന്നെ. അതിന് പ്ലസും മൈനസും അല്ലാത്ത സംഖ്യയാണ് 0 എന്ന് പറഞ്ഞത്. 1 2 എടുത്തു. 1 2 1 2. ഇത് 1 മൈനസ് 2 എന്താ വരിക? നെഗറ്റീവ് 1. നെഗറ്റീവ് 1 അങ്ങനെ പറയാൻ പറ്റില്ല. മോഡുലസ് ഓഫ് നെഗറ്റീവ് 1, ദ മോഡുലസ് ഓഫ് നെഗറ്റീവ് 1 ഈക്വൽ ടു 1. അതേപോലെ 9 മെമ്പേഴ്സിന് ഇത് ശരിയായിരിക്കും. 1 മൈനസ് 3 1 3, പിന്നെ 2 1 2 2 2 3 3 1 3 2 3 3, അങ്ങനെ 9 അംഗങ്ങൾ വരും. അതിൽ ഓരോ അംഗത്തിലും കുറച്ചു നെഗറ്റീവ് വാല്യൂ കിട്ടി, അതിന്റെ പോസിറ്റീവ് കണ്ടു. ഇവിടെ കുറച്ചു 1 കിട്ടി, അതിൽ മോഡുലസ് കണ്ടു. 2 മൈനസ് 3 ഇങ്ങനെ ചെയ്തു, മൈനസ് 1ന്റെ മോഡുലസ് ഉണ്ട്. അപ്പൊ ഈ വാല്യൂസ് വന്നു. ഈ വാല്യൂസ് ഒക്കെ തന്നെ എന്തായിരിക്കണം എന്നാ പറഞ്ഞത്? ഈ മോഡുലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബിയുടെ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടണം നമുക്ക്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 0യേക്കാൾ കൂടുതലായിരിക്കണം. അതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ. ഇതിൽ വാല്യൂസ് നോക്കൂ, 0 ആണ്, 1 2 3 0 1 2 1 0 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ പാലിക്കുന്നുണ്ട്. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 0യേക്കാൾ കൂടുതലാണല്ലോ ഈ സംഖ്യകൾ, അത് പാലിക്കുന്നുണ്ട്. എല്ലാ അംഗങ്ങളും പാലിക്കുന്നുണ്ട്. എല്ലാ അംഗങ്ങളും പാലിക്കുന്നുണ്ട്. അതായത് ഇത് എന്ന് പറഞ്ഞാൽ 0 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാലോ. കാരണം 0 ഈക്വൽ ടു 0 ആണല്ലോ. അതേപോലെ ഈ അംഗം എടുത്ത് നോക്കൂ, 1 എന്നുള്ള അംഗം എടുത്ത് നോക്കൂ. 1 ഈസ് നമുക്ക് പറയാലോ, ഇത് 1 ആണല്ലോ ഇവിടെ വരിക, ഈ വാല്യൂ 1 ആ വരിക. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറഞ്ഞൂടെ? 1 0യേക്കാൾ വലുതല്ലേ? 0യേക്കാൾ വലുതാണ്. അപ്പൊ ഈ വാല്യൂസ് എല്ലാം തന്നെ ഈ കണ്ടീഷൻ പാലിക്കുന്നതാണ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായതിനാൽ നമുക്ക് എന്ത് പറയാം? എല്ലാ എലമെന്റും, ഇതിൽ ഓരോ എലമെന്റും, ഈ സെറ്റിലെ ഓരോ എലമെന്റും
മറ്റേ സെറ്റിലെ ഓരോ എലമെൻറ്റുമായിട്ടും റിലേറ്റഡ് ആണ് എന്ന് പറയും. കാരണം ഈ കണ്ടീഷനാണ് റിലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ എന്നാണ്. അങ്ങനെ റിലേറ്റഡ് ആണ് എന്ന് പറയാം. അതായത് as all pairs satisfy the condition modulus of a minus b greater than or equal to 0. എന്നോട് വായിക്കാം. as all pairs satisfy the condition, എല്ലാ ഓർഡർ പേഴ്സും ഈ കണ്ടീഷൻ പാലിക്കുന്നുണ്ട്. ഏത് കണ്ടീഷൻ? മോഡുലസ് ഓഫ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ പാലിക്കുന്നത് കൊണ്ട് R2 എന്ന് പറഞ്ഞാൽ ഫുൾ എ ക്രോസ് എ വരും. എ ക്രോസ് എ എല്ലാ അംഗങ്ങളും വരും R2-ല്. അതായത് R2 ഈക്വൽ ടു എ ക്രോസ് എ വരും. R2 ഈക്വൽ ടു എ ക്രോസ് എ ആണെങ്കിൽ R2 ഈസ് എ യൂണിവേഴ്സൽ റിലേഷൻ. അത് എന്താ പറയാ, പിന്നെ യൂണിവേഴ്സൽ റിലേഷന്റെ ഡെഫിനിഷൻ നോക്കണം. യൂണിവേഴ്സൽ ഡെഫിനിഷൻ തന്നെ ഇതാണ്. R2 എ ക്രോസ് എ തന്നെ ആകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡെഫിനിഷൻ പ്രകാരം R2 ഈസ് എ യൂണിവേഴ്സൽ റിലേഷൻ.